ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോം ഡെക്കർ ഐഡിയ ആയിട്ടാണ് കേട്ടോ. ഒന്നല്ല, രണ്ട് ഐഡിയാസ് ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ബോൾ എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇത് സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പോട്ട് വേണം. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിവിടെ ഈ തൈരിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഇതിന് പകരമായിട്ട് ഐസ്ക്രീം ബോട്ടിൽ വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ ചെടിച്ചട്ടി തന്നെ എടുക്കാം. പ്ലാസ്റ്റിക്കിൻ്റെയോ മണ്ണിൻ്റെയോ ഒക്കെ ചെടിച്ചട്ടി ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഞാൻ അതിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കട്ടെ. സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ബോൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ആദ്യം കുറച്ച് ഫോയിൽ പേപ്പർ ഇങ്ങനെ ചുരുട്ടി ഒരു ബോളാക്കി എടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസുകൾ ഇങ്ങനെ എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ചുരുട്ടി റൗണ്ട് ഷേപ്പിലാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് വലിയ ബോൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കിയൊക്കെ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ചെറിയൊരു ബോൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ചെയ്തു. ഫോയിൽ പേപ്പർ ആകുമ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാൻ ഈസിയാണ്. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ആ പോട്ടിൻ്റെ സൈസിനനുസരിച്ചുള്ള ബോൾ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതാ വലിയൊരു ബോളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം ന്യൂസ് പേപ്പറിനെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പീസ് ഫോയിൽ പേപ്പറൂടെ വെച്ചിട്ട് ഒന്നുകൂടെ ഷേപ്പ് ചെയ്തെടുക്കുക. ഫോയിൽ പേപ്പർ ആകുമ്പോൾ നമുക്കൊന്നുകൂടെ ഈസി ആയിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഫോയിൽ പേപ്പർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുട്ടികൾ കളിക്കുന്ന ബോളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പോട്ട് ഏതാണോ എടുക്കുന്നത് അതിൻ്റെ സൈസിനനുസരിച്ചുള്ള ബോൾ എടുത്തിട്ട് അതിൽ ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് തെർമോക്കോളിൻ്റെ ബോൾ വേണമെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും. അതിലും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനൊരു മാസ്കിംഗ് ടേപ്പും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലീവ്സ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോയിൽ പേപ്പറിൽ തന്നെ ഒട്ടിച്ചെടുക്കാം. ഫോയിൽ പേപ്പർ ആ ചുരുട്ടിയ ഭാഗത്തൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളത് മുഴുവനായിട്ട് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ കളർ വെച്ചിട്ട് ഞാനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പെയിൻറ്റിൽ ഒരു ഡ്രോപ്പ് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. ആ ബോൾ മുഴുവനായിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. പകുതിയിൽ മാത്രമേ ഞാൻ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പോട്ടും ബോളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു മാറ്റാണ്. അപ്പോൾ ഈ മാറ്റിൽ ഇതുപോലത്തെ ഇങ്ങനെ ഹാർട്ട് ഷേപ്പിലുള്ള ലീവ്സുകൾ വരുന്ന അങ്ങനെ ഒരു മാറ്റാണിത്. ഇത് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പല ടൈപ്പ് വരുന്നുണ്ട്. ഗ്രാസ് ടൈപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനാകെ 8 ദിർഹ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നാട്ടിലൊരു 160 രൂപയ്ക്കേ വരുന്നുള്ളൂ. ഇത് അത്യാവശ്യം വലിയ മാറ്റ് തന്നെയാണ്. ഇത് നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും ഓരോന്നായിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കാനും ഈസിയാണ്. ഈ മാറ്റ് ഇപ്പോൾ നാട്ടിലാണെങ്കിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ബോളായിട്ട് തന്നെ നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ചെറിയ ബോളിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. ഇനി ഓരോന്നായിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമുക്ക് ആ ബോളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബോളിൻ്റെ പകുതി ഭാഗം മാത്രമേ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഈ ബോൾ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഒരു കമ്പി അതിൽ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് അതിൽ ഹാങ് ചെയ്തിടാൻ പറ്റും. സിറ്റ് ഔട്ടിൽ കാർ പോർച്ചിലൊക്കെ നമുക്ക് ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കാരണം ഗ്രാസ് ബോൾ ഇങ്ങനെ ഹാങ് ചെയ്തിടുന്ന കണ്ടിട്ടില്ലേ. ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ ആകുമ്പോൾ നമുക്ക് വെള്ളം ഒന്നും വേണ്ട. ഇപ്പോൾ ഞാനത് ആ ബോളിൻ്റെ പകുതി ഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആ പോട്ടിൽ ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഏത് വരെയാണ് ഒട്ടിച്ചെടുക്കേണ്ടതെന്നൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ കറക്റ്റായിട്ട് തന്നെ കുറച്ച് ലീവ്സൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ വേറൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. നമ്മൾ വീട്ടിൽ കറിയൊക്കെ എടുക്കുന്ന ബോളുകളുണ്ടല്ലോ, അതുപോലത്തത് ഉണ്ടെങ്കിൽ അതിൽ ഒട്ടിച്ചു കൊടുത്താലും മതി.
അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിളൊക്കെ കഴുകി വരുന്ന ആ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന കൊട്ട ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഓർക്കിഡ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൊട്ട ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പല രീതിയിലും സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തെർമോക്കോളിൻ്റെ ബോൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മരത്തിൻ്റെ ചുള്ളിക്കമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ തെർമോക്കോളിലൊന്നിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഒരു ഇത്തിരി ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ലീവ്സ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഒന്നും ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴും പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ ലീവ്സ് നമുക്കതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ബോൾ മുഴുവനായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ തെർമോക്കോളിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കരുത്. അപ്പോൾ അത് പെട്ടെന്ന് മെൽറ്റ് ആവും. അതിന് പകരമായിട്ട് നമ്മൾ എന്താണോ ഒട്ടിച്ചു കൊടുക്കുന്നത് അതിൽ ഗ്ലൂ ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഞാനത് മുഴുവനായിട്ട് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ടോ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോരും. നമുക്ക് ഒരു ഫ്ലവർ വേസിൽ എന്തെങ്കിലും ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ ഫ്ലവർ വേസിലാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ ചെറിയ ബോളൊക്കെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വെച്ചാൽ ഈ ഫ്ലവർ വേസിന് പകരമായിട്ട് നമുക്ക് ചായ കുടിക്കുന്ന കപ്പ് ഉണ്ടല്ലോ, ഡിസ്പോസിബിൾ കപ്പ്, അത് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ ഇറക്കി വെച്ചിട്ട് അതിൽ കുറച്ച് കല്ല് എന്തെങ്കിലും വെയിറ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ ബോളാണ് നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റിക്ക് ഒന്നും കൂടെ വണ്ണുള്ളതെടുക്കുക. അതുപോലെ തന്നെ ചെടിച്ചട്ടി പോലെയുള്ള കുറച്ച് വലിയ പോട്ട് എടുക്കാനും നോക്കുക. അപ്പോൾ ആ സ്റ്റിക്കിന് ഞാനിങ്ങനെ ഒന്ന് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സുകൾക്ക്, ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരണേ. അതുപോലെ തന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂലേ. ഇതിപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല പ്രൈസ് ആവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആർട്ടിഫിഷ്യൽ പ്ലാന്റ് തന്നെയാണിത്. ആർട്ടിഫിഷ്യൽ ആണെങ്കിലും പക്ഷേ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ മാറ്റിൻ്റെ പകുതി ഭാഗം മാത്രമേ ഇപ്പോൾ ഈ 2 ബോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഇതിന് ഏകദേശം 100 രൂപയുടെ താഴെ മാത്രമേ നമുക്ക് ചിലവ് വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഇരട്ടി പൈസ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ നമ്മൾ 2-3 ദിവസമായിട്ട് റമദാൻ ക്രാഫ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അത് പോയി കണ്ടു നോക്കൂ. കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി റമദാൻ ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോട്ടിൽ ആർട്ട്, പല വെറൈറ്റി ക്രാഫ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കൂ. കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് കൊടുക്കുക ലിങ്ക്. എന്നിട്ട് ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താം. നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് ആഴ്ചയിൽ 3 ദിവസമാണ്. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ. ഇന്ത്യൻ ടൈം 4 മണിക്കും UAE ടൈം 2:30ക്കുമാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.